മലയാള സിനിമയ്ക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ ഒരു ഹെവി പടം, ഇന്ന് രാവിലെ ഒരു ഹെവി പടം, ഇന്ന് വൈകുന്നേരം എക്സ്ട്രാ ഡീസൻറ്റ്. ലോകത്ത് പല ടൈപ്പ് ഡാർക്ക് പടങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്, കുറേയൊക്കെ കണ്ടിട്ടുമൊക്കെ ഉണ്ട്. മലയാള സിനിമയിൽ ഇത്രയും മാത്രം കോണ്ടൻറ്റ് ഇത് എവിടെ ഇരിക്കണടേ? സൂക്ഷ്മദർശിനി ഡാർക്ക് ഹ്യൂമറിൻ്റെ മേമ്പൊടിയോടുകൂടെ ഒരു ത്രില്ലർ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ റൈഫിൾ ക്ലബ്ബ്, അതും ഡാർക്ക് ഹ്യൂമറിൻ്റെ മേമ്പൊടിയോട് കൂടിയുള്ള ഒരു ആക്ഷൻ പടം. ഇപ്പോൾ ഇതാ ഡാർക്ക് ഹ്യൂമറിൽ ഒരു ഫാമിലി പടം, എക്സ്ട്രാ ഡീസൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ ടൈപ്പ് പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കുമ്പം ഞാൻ ഈ പടത്തിൽ സാറ്റിസ്ഫൈഡാണ്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് എന്തൊരു പെർഫോമൻസ് അടേ! എങ്ങനെയടേ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റണത്? എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ കാര്യം. ഇയാൾ ഫോണെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചിരിച്ച് കാര്യം പറഞ്ഞു. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ മുഖം അങ്ങ് മാറണം. നമ്മൾ ചെറിയ വേറെ ആൾ വന്നിരിക്കണത് അത്രയ്ക്ക് ഒരു സൈക്കോ എന്ന് പറഞ്ഞാൽ സൈക്കോ തരത്തിൻ്റെ ഒരു വെറൈറ്റി ഒരു സൈക്കോ ആണ് ഇത് പടം. അവസാനമൊക്കെ പറയുമ്പോൾ ഇതിൽ ആരാണ് സൈക്കോ എന്ന് വരെ നമുക്ക് വരെ കൺഫ്യൂഷൻ തോന്നും. അങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ കോണ്ടൻ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യണത് സമ്മതിക്കണം കേട്ടോ. ആഷിഖ് കക്കോടി എഴുതി അമീർ പള്ളിക്കലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ പടം. ഒരു വീട്, ഒരു ഫ്ലാറ്റ്, പിന്നെ ഒരു ആശുപത്രി, പിന്നെ കുറച്ച് മൂകാംബിക, പിന്നെ കുറച്ച് റോഡ്. ഇത്രയാണ് ഈ പടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊന്നുമില്ല. കോണ്ടൻറ്റ് ഞാൻ പറഞ്ഞില്ല, കോണ്ടൻറ്റിലാണ് കളിയിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ സുരാജ് ഒരു സൈക്കോ കഥാപാത്രം. നിങ്ങൾക്ക് ട്രെയിലറൊക്കെ കണ്ടവർക്കറിയാം, ഒരു സൈക്കോ ആണ്. എങ്ങനത്തെ സൈക്കോ ആണെന്നുള്ളതൊക്കെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തുടക്കം ഈ കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോഴേ തന്നെ സുരാജിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സുരാജ് ആരായിരുന്നു, എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ആയതെന്നുള്ളതൊക്കെ കാരണമൊക്കെ രജിസ്റ്റർ ചെയ്യാനാണ് തുടക്കം കുറച്ച് നേരം വരുന്നത്. അവിടെ കുറേ നല്ല ചിരിക്കാനുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ചൈൽഡ്ഹുഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഈ സ്ഥാനാർത്ഥി ശ്രീക്കുട്ടിലുള്ള ഒരു പയ്യൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി ഒരു അറസ്റ്റ് നടക്കുകയാണ്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നല്ല, ഒരു തടങ്കൽ. എന്ത് തടങ്കൽ ഏതാണെന്ന് ഞാൻ പറയില്ല. അതിൻ്റെ അങ്ങോട്ട് പിന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ്. സുധീർ കരമനയാണ് അച്ഛനായിട്ട് വരുന്നത്. അങ്ങേരും ഒരു രക്ഷയില്ല. അങ്ങേര് ഈ ഇടയ്ക്ക് നമ്മുടെ കരമന ജനാർദ്ദൻ്റെ റെഫറൻസ് ഒലക്ക സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്, നൈസായിരുന്നു. പിന്നെ അമ്മയായിട്ട് വരുന്ന വിനയ പ്രസാദ്, സഹോദരിയായിട്ട് വരുന്ന ഗ്രേസ് ആൻ്റണി, പിന്നെ നമ്മുടെ JK ശ്യാമോഹനും കൂടി ഉണ്ട്. വിനയപ്രസാദിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്. അടിപൊളി സ്കോർ ചെയ്യാനുള്ള നല്ല മുഴുന്നുള്ള ക്യാരക്ടർ ഇട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡബ്ബിങ് ചെയ്തിരിക്കുന്നത് ശ്രീജാരവി. അവരുടെ സൗണ്ടും ഇവരുടെ സൗണ്ടുമായിട്ട് അങ്ങോട്ടങ്ങ് സിങ്ക് ആവില്ല. അതൊരു ഒരു യച്ച് കെട്ടി വെച്ചിരിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഒഴിച്ച് കഴിഞ്ഞാൽ നൈസായിരുന്നു. ശ്യാമോഹനും ത്രൂ ഔട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നോട്ട് ഞാൻ പറഞ്ഞില്ലേ, സുരാജിനെ കണ്ടോട്ടങ്ങിരിക്കാം. സുരാജിൻ്റെ ഓരോ ന്യൂആൻസിസും ഓരോ മൈക്രോ എക്സ്പ്രഷൻ ചേഞ്ചുകളൊക്കെ നമുക്ക് അങ്ങ് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ കാണാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ആവണമെന്നില്ല. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഇത് വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അങ്ങ് പോയി ഈ തന്നന്നം താനന്നം താളത്തിലാണ് ഈ പാട്ടിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്ത് കാമായിട്ടുള്ള, നമ്മൾ ഉറങ്ങാൻ നേരത്ത് കേൾക്കാൻ പറ്റണ പാട്ടാണെന്നറിയാമോ. ആ പാട്ടിൻ്റെ ഒരു സൈക്കോത്തരം പോലെ നമുക്ക് തോന്നും. ഒരു വല്ലാത്തൊരു ഭീകരാവസ്ഥയിൽ ഇതിൽ ഫോട്ടോ ആയിട്ടുണ്ട്. അതൊരു ബ്രില്യൻറ്റ് തോട്ട് പ്രോസസ്സായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫൊക്കെ പടയെന്ന് പറഞ്ഞുകൊണ്ട് പോയി നല്ല രസത്തിൽ അങ്ങ് ആസ്വദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും അയാൾ വരികയാണ്, വിനീത് തട്ടി ബെസ്റ്റി. ഇയാളെ കാണുമ്പോൾ തന്നെ എനിക്ക് അറിവില്ല ഈ ചിരി വരും. ഇങ്ങനെ ഒന്നിന് ചുമ്മാ ഒരു എക്സ്പ്രഷൻ കൂടാതെ വല്ലത് അടിച്ചു വിടുകയാണ്. എൻ്റെ പൊന്നാളിയെ ഞാൻ ചിരിച്ചിരിച്ചത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് ഇതുപോലെ ചിരിച്ച് ചാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയണത്. അങ്ങനെ പിന്നെയും ഇത് വേറൊരു വെർഷനാണ്. പിന്നെ സൈക്കോത്തരത്തിൻ്റെ വേറെ സാധനം ഇങ്ങനെ പോണ്, അടുത്ത് എന്താവുന്നുള്ള ഒരു ടെൻഷൻ ബിൽഡ് ചെയ്ത് അങ്ങ് പോവുകയാണ്. പിന്നെ കുറച്ച് നേരം ഇത്തിരി വലിഞ്ഞതുപോലെ എനിക്ക് തോന്നി. കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് കുറച്ചുകൂടി ട്രിം ചെയ്ത് കുറയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ക്ലൈമാക്സിൽ സ്ലോ മോഷനിൽ ഒരു സാധനം കാണിക്കുന്നുണ്ട്. എന്താണ് ഞാൻ പറയില്ല, അത് കിട്ടുമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്ലോ മോഷനിൽ ഇങ്ങനെ നമുക്ക് നിറഞ്ഞ് കാണാം ഈ ഒരു സാധനം. പക്ഷെ അവിടെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ട്, ചുരുളഞ്ഞ രഹസ്യമുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയില്ല. അതും എൻഡ് പഞ്ചും അടിപൊളിയായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത്. സുരാജേട്ടൻ്റെ ചിരി, ഒരു പല്ലിങ്ങനെ തള്ളിയിരിക്കും, അത് വെച്ചിട്ടുള്ള ഒരു ചിരി. ഈ നമ്മുടെ കരിക്കില്ല, ഒരു ഹൊറർ സീരീസ് ഇടയ്ക്കിറങ്ങിയില്ല ഒരു സാധനം, അതിൽ നമ്മളെ ഇങ്ങനെ ചിരിക്കും അതുപോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. അത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ആരുടെ? മ്യൂസിക് കൊടുത്ത അങ്കിത് മേനോൻ, പോളി വർക്ക് അങ്കിത് മേനോൻ. ശ്രീ സാരംഗിൻ്റെ എഡിറ്റിങ്, കോസ്റ്റ്യൂം സമീറ സനീഷ് എടുത്ത് പറയണം. പ്രത്യേകിച്ച് സുരാജ് എണ്ണ കൊടുത്തിരിക്കുന്ന ഔട്ട്ഫിറ്റ്, ആ കണ്ണാടിയും അതൊക്കെ, അത് ആ ലുക്ക് കാണുമ്പോൾ തന്നെ ഇയാൾ സൈക്കോ ആണെന്ന് ചുമ്മാ നടന്നു പോയാലും നമുക്ക് തോന്നും. പക്ഷേ നാട്ടുകാർക്കാർക്കും തോന്നില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ റാഫി ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്, കിടുവായിരുന്നു. അങ്ങനെ കുറച്ച് കോമഡി ഉണ്ട്. സജിൻ ചെറുകയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ട് പോയിട്ടുണ്ട്, കുഴപ്പമില്ലായിരുന്നു. അലക്സാണ്ടർ പ്രസാദ്, പിന്നെ ദിലീന എന്നൊരു നടിയാണ് ഉണ്ട്. അത് ഒരു ലവ് അതിൻ്റെ ഇടയ്ക്ക്, അത് എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സിനിമയിൽ ഇനി കട്ട് ചെയ്ത് മാറ്റിയതാണെന്ന് അറിഞ്ഞൂടാ.
ഒരു ലവ് ഉണ്ടായെന്ന് അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ സാധനം ഉണ്ടായെന്നുള്ളത്. അത് പിന്നെ കൂടുതൽ കാണിച്ച് കുളമാക്കാതിരിക്കുന്നത് നല്ലത് തന്നെ, അത് അതിൻ്റെ കൂടെ അങ്ങ് പോയി, കുഴപ്പമില്ല. പിന്നെ ഷാജു, ഇത്രയും പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഓവറോൾ പറഞ്ഞാൽ ഒരു ഡാർക്ക് കോമഡി പടമാണ്. ഫാമിലിയുടെ പശ്ചാത്തലത്തിൽ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സന്തോഷം എൻ്റെ അയ്യോ കുടുംബം തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു പോയി കാണണ്ട. ഇത് ഒരു സിനിമയായിട്ട് കാണുക കളയുക, അത്രയേ ഉള്ളൂ. എക്സ്ട്രാ ഡീസൻറ്റ്. എന്തരാ വരട്ടെ.